നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. മലങ്കര സഭയിലെ ഈ നാട്ടിലുള്ള ഭദ്രാസനങ്ങളിലെല്ലാം വൈദികർക്ക് ട്രാൻസ്ഫറുണ്ട്. എനിക്കൊന്ന് വിദേശത്തും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അമേരിക്കയിൽ കുറച്ച് ഞാൻ കഴിഞ്ഞ ദിവസം നിക്കോളാസ് സിനിമയോട് സംസാരിച്ചപ്പം പറഞ്ഞു കുറച്ച് പേർക്ക് ട്രാൻസ്ഫർ ഉള്ളൂ, എല്ലാവരെയും ട്രാൻസ്ഫർ ചെയ്യത്തില്ല, കുറച്ച് പേർക്കൊക്കെ ട്രാൻസ്ഫർ കൊടുക്കും എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ വൈദികർക്ക് ട്രാൻസ്ഫർ വേണ്ടേ? അതുപോലെ തന്നെ മെത്രാപ്പൊലീത്തമാർക്കും ട്രാൻസ്ഫർ വേണ്ടേ? മെത്രാപ്പൊലീത്തമാരുടെ ട്രാൻസ്ഫറിനെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞത് അതിന് ടോട്ടലി എഗൻസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. കാരണം ഈ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ടൊരു ഭദ്രാസനത്തിൽ ചെല്ലുമ്പം ഒരു 3 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷം കൊണ്ട് അവിടെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല, അത് പലതും പൂർത്തിയാക്കാൻ പറ്റത്തില്ല, ചെയ്തു വെക്കുന്ന കാര്യങ്ങൾക്ക് അത് പുറകാലെ വരുന്നവർ ബാക്കി പൂർത്തിയാക്കുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ പല കാര്യങ്ങളാണ് പറഞ്ഞത്. അവിടെ ഞാൻ പറഞ്ഞൊരു അഭിപ്രായമുണ്ട്. ഇപ്പോൾ കഴിവുള്ള ഒരച്ഛൻ, അദ്ദേഹം ഒരു പള്ളിയിൽ ചെന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, അദ്ദേഹത്തിൻ്റെ കഴിവ് അവിടെ പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കഴിവ് മറ്റൊരു പള്ളിയിലും അതുപോലെ പ്രകടിപ്പിക്കാൻ അവസരം കൊടുക്കണ്ടേ? അദ്ദേഹത്തിൻ്റെ കഴിവ് ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം മറ്റു പള്ളിക്കാർക്കും ഉണ്ടാവണ്ടേ? അപ്പോൾ ട്രാൻസ്ഫർ നല്ലതല്ലേ? ഈ ട്രാൻസ്ഫറിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ഞാൻ കേട്ടു. നിക്കോളാസ് തിരുമേനി സംസാരിക്കുന്ന വിഷയം കേട്ടു. തിരുമേനിയുടെ കൺവെക്ഷൻ അതാണ്. തിരുമേനി ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് വന്നതാണ്. അപ്പം തിരുമേനിയുടെ വീക്ഷണത്തിൽ അത് 100% ശരിയായിരിക്കും. കാരണം ഒരു പാരമ്പര്യ വിശ്വാസത്തിൽ നമ്മുടെ പണ്ട് വൈദികരൊന്നും ട്രാൻസ്ഫർ ഒന്നും ഇല്ലായിരുന്നു. മറ്റേ ഇടവപ്പെട്ടക്കാർ നമ്മുടെ സഭയിൽ ആദ്യം ഉണ്ടായിരുന്ന ഇടവപ്പെട്ടക്കാരാണ്. ആ ഇടവകയ്ക്ക് വേണ്ടിയാണ് ഒരു പട്ടക്കാരനെ നിയോഗിക്കുന്നത് അല്ലെങ്കിൽ വാഴിക്കുന്നത്. അതൊരു കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. കാരണം ഒരു കുടമാറ്റം കഴിഞ്ഞു. ഒരു ഇത്രയും ഈ നദിയിൽ കൂടി അനേകം വെള്ളം ഒഴുകി കഴിഞ്ഞു. അതുകൊണ്ട് ആ റിയാലിറ്റിയുടെ മനസ്സിലാക്കിയിട്ട് വേണം പറയും. നമ്മളെ പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, എന്തുകൊണ്ട് ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ ഉണ്ടായിരുന്നു. പണ്ട് അച്ഛന്മാർക്ക് എന്താ ശമ്പളം കൊടുത്തിരിക്കുന്നത്? പഴയ അച്ഛന്മാർക്ക് അങ്ങനെ വലിയ ശമ്പളമൊന്നും കൊടുത്തില്ല. അവർക്ക് കിട്ടുന്ന ഭക്ഷണവും അവർ നടന്ന് ജോലി ചെയ്യുന്ന പോലെ 8-10 മൈൽ നടന്ന് പോയി കുർബാന ജോലിയെ വന്ന വൈദികരെ നമുക്ക് ഓർമ്മയുണ്ട്. അവർ ശുശ്രൂഷ ചെയ്യുന്നത് യഥാർത്ഥ ശുശ്രൂഷ എല്ലാ ജോലിയും ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് അവർക്ക് വളരെ തുച്ഛമായ പണമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അവർ അധ്വാനിച്ചൊക്കെ ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ആർക്കും ഒരു അച്ഛനെ മാറ്റാൻ പറ്റത്തില്ല. അച്ഛന് കോലം മാറി, ഈ സംവിധാനങ്ങളൊക്കെ മാറി. ഇന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി. എല്ലാവർക്കും ഒരുപോലെ ശമ്പള സ്കെയിലൊക്കെ ഒരേ രീതിയിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ എന്തുകൊണ്ട് ആൾക്കാർ ഒരു മാറ്റം ആവശ്യപ്പെടുന്നു വെച്ചാൽ, മാറ്റം എപ്പോഴും നല്ലതാണ്. ഒരു മാറ്റമില്ലാതെ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള വസ്തുത. ഒരു രാജ്യത്ത് ഒരു പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്ത് വെച്ചിട്ട് ആജീവനകാലം അയാൾ ഇങ്ങനെ പ്രസിഡൻ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണേ? രാജവാഴ്ചയെക്കാട്ടി കഷ്ടമായിട്ട് പോകും. ഇന്നിപ്പം റഷ്യയിൽ നടക്കുന്നത് കണ്ടില്ലേ? അതേസമയം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു 5 വർഷം കഴിയുമ്പോഴും ഈ സംവിധാനങ്ങൾ മാറുന്നു. ആ മാറ്റം കൊണ്ട് വലിയൊരു മുന്നേറ്റമാണ് ഒരു സമൂഹത്തിനുണ്ടാകുന്നത്. ലോക രാജ്യങ്ങളിലെ സഭകളിൽ, ക്രൈസ്തവ സഭകളിൽ ഏറ്റവും വലിയ ജനാധിപത്യ സ്വഭാവമുള്ളൊരു സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. അതാണ് 34 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും മനോഹരമായ. അതിനൊരിക്കലും ഒരു വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് നമ്മൾ സമ്മതിച്ചു കൊടുക്കരുത്, ജനങ്ങൾ സമ്മതിച്ചു കൊടുക്കരുത്. കാരണം അതിന് ഒരു വീഴ്ചയാണ് പറയണത്. എന്നാൽ 1917 പറഞ്ഞിട്ടില്ല മെത്രാപ്പൊലീത്തമാരെ മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല. അപ്പോൾ അതിന് ഞാൻ പറയാം. അപ്പം ഈ ട്രാൻസ്ഫറിനെ പറ്റിയുള്ള സംവിധാനം പറ്റി നമ്മുടെ പുരോഗതി, അല്ലെങ്കിൽ ലോകം മാറുന്നു, സഭ മാറുന്നു, സാഹചര്യങ്ങൾ മാറുന്നു, ആളുകൾ മാറുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സഭ ഇങ്ങനെ കേരളത്തിൽ മാത്രം ഒന്നും സഭയല്ല. അപ്പോൾ അത് ആഗോള സഭയായിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭ വളർന്നപ്പോൾ, ഭദ്രാസനങ്ങൾ കൂടിയപ്പോൾ, വൈദികരുടെ അവരുടെ റിക്വസ്റ്റ്, അവരുടെ കേപ്പബിലിറ്റി, ഓരോ ഇടത്തും ശുശ്രൂഷിക്കേണ്ട അവരുടെ കേപ്പബിലിറ്റി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. അതുകൊണ്ടൊക്കെ ഈ മാറ്റങ്ങൾ ഗുണവും ദോഷവും ഉണ്ട്. അത് രണ്ടും പഠിച്ചിട്ട് ഇപ്പം അമേരിക്കയിലെ സാഹചര്യത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, അഭിമന്യ നിക്കോളാസ് തിരുമേനി പറയുന്നു ഇവിടുത്തെ ട്രാൻസ്ഫർ വളരെ ഇംപ്രാക്ടിക്കലാണ്. അതിനോട് എനിക്ക് തിരുമേനിയോട് യോജിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇവിടെ മാർത്തോമാ സഭയിൽ വൈദികർക്ക് സഭയിൽ മൊത്തമായിട്ടുള്ള ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. 7 വർഷം കൂടുമ്പോൾ മെത്രാപ്പൊലീത്തമാരെ വളരെ ഭംഗിയായിട്ടുള്ള 5 വർഷം മാർത്തോമാ സഭയിൽ 5 വർഷം ഇവിടെ സഭയായിരിക്കണം. മൊത്തത്തിൽ 5 വർഷം. എനിവേ അവർക്ക് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ട്. CSIയിൽ
നടക്കുന്നുണ്ട്, ഇവാഞ്ചലിക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഈ അമേരിക്കൻ ഭദ്രാസനത്തിലുള്ള മറ്റ് ഇതര സഭകളിലെല്ലാം വൈദികർക്കും പക്ഷേ ട്രാൻസ്ഫർ ഉണ്ട്. പിന്നെ സീറോ മലബാറിലൊന്നുമില്ല, ട്രാൻസ്ഫർ ഇല്ല. സീറോ മലബാറിൽ അവരുടെ ഇല്ല മെത്രാപ്പൊലീത്തമാർക്ക് ട്രാൻസ്ഫർ ഇല്ല, വൈദികർക്ക് മാത്രമേ ഉള്ളൂ. സീറോ മലബാറിലെ കാര്യം എനിക്കറിയത്തില്ല. പക്ഷേ മാർത്തോമ സഭയിലും CSIയിലും ബാക്കിയുള്ള സഭകൾ വളരെ എഫിഷ്യൻ്റായിട്ട് ഈ ട്രാൻസ്ഫർ നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ സഭയ്ക്ക് പുരോഗതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തിരുമേനി ചോദിച്ച ഒരു കാര്യം, വളരെ ഈ കഴിഞ്ഞ ഇത്രയും പിന്നെ വൈദികരുടെ ട്രാൻസ്ഫർ കൊണ്ട് എന്ത് പുരോഗതിയാണ് സമൂഹത്തിലുണ്ടായെന്നൊരു തിരുമേനി ഒരു ചോദ്യം ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തിരുമേനിയോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഏത് മെഷർമെൻറ്റിലാണ് തിരുമേനി ഇത് അളക്കുന്നത്, ആൾക്കാരുടെ വിശ്വാസം അളക്കുന്നത്? ഞങ്ങൾ സാധാരണ സാധാരണ ആൾക്കാർ. അപ്പോൾ അവിടെ അച്ഛന്മാർ വരുന്നുള്ള അച്ഛന്മാർ ഒരു ഫാക്ടർ മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഇപ്പോൾ ഇന്നിരിക്കുന്ന അച്ഛൻ പൂർണ്ണമായിട്ട് ഞങ്ങളുടെ ആജീവനകാലത്തിൽ ഞങ്ങളെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റൂ എന്നുള്ളത് ഒരു വിശ്വാസിയും പറയുന്ന ഒരു കാര്യമല്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ഈ സംവിധാനത്തിനുള്ള ഒരു 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 ഉയർപ്പാണ് വേണ്ടത്. അതിനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത്. ഇപ്പം നാട്ടിൽ ഭരണഘടനയെ പറയുന്നില്ലെങ്കിൽ പോലും സഭയുടെ ഒരു രീതി അനുസരിച്ച് വൈദികരെ ട്രാൻസ്ഫർ ആക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് ഇൻഎഫിഷ്യൻസി ഉണ്ട് എന്ന് ഒരു ഭാഗം വരെ ഉണ്ട്. കാരണം അവർക്ക് ഈ ആൾക്കാരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 3 വർഷം കഴിയുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിയോടി ഇങ്ങനെ മാറിപ്പോവുക എന്നുള്ളതാണ്. അതിനകത്ത് ചില പാളിച്ചകളുണ്ട്. അത് എനിക്കത് ആ സംവിധാന തകർച്ചകൾ റെക്ടിഫൈ ചെയ്ത് പോകും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അമേരിക്കയിലെ സാഹചര്യത്തിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ വളരെ ഫുൾ ഫ്ലെഡ്ജായിട്ട് അമേരിക്കൻ ഭദ്രാസനങ്ങൾ 2 ഭദ്രാസനങ്ങളും വിഭജിച്ച് വൈദികരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഓരോ ഇടവകയും തയ്യാറായി വരുന്നുണ്ട്. അവർക്ക് കൊടുക്കേണ്ട ശമ്പള പദ്ധതിയെപ്പറ്റി ഭദ്രാസനങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും തുക കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു അച്ഛനെ തരൂ എന്ന് തിരുമേനി പറയുവാണെങ്കിൽ, അപ്പോൾ അവർ ശമ്പള സ്കെയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തിരുമേനി പറഞ്ഞ ഒരു കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഈ ഏറ്റവും മിനിമം വേജിലാണ് വൈദികർ ജോലി ചെയ്തു എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിക്കാനായിട്ട് സാധിക്കില്ല. ഈ അമേരിക്കയിലെ സാഹചര്യത്തിൽ ഒരു വൈദികൻ എത്ര മണിക്കൂറാണ് ഒരാഴ്ചയിൽ സേവനമനുഷ്ഠിക്കുന്നത് എന്നുള്ളത് ഇവിടെയുള്ള നമുക്കെല്ലാം അറിയാം. അവർക്ക് അതിൽ കൂടുതലൊന്നും പറ്റില്ല. സ്ഥിരമായിട്ട് വീടുകൾ സന്ദർശിക്കാനൊന്നും പറ്റില്ല. എല്ലാവരും ജോലി ചെയ്ത് 2 ജോലി 3 ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ അവിടെ ഭവന സന്ദർശനം നടക്കില്ല. നമുക്ക് ആപ്പാടെ ഇടവകയിൽ ഒരു വൈദികനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ആഴ്ചയിൽ കുറേ മണിക്കൂറുകൾ മാത്രമാണ്. ആ ആഴ്ചയിലെ മണിക്കൂറുകൾക്ക് മാത്രമാണ് ഈ $2,200 വെച്ചിട്ട് ഒരു വൈദികന് നമ്മൾ കൊടുക്കേണ്ടത്. എന്ത് 2800 അല്ലേ, 2800 എത്രയാണെന്ന് വിഷയത്തില്ല. ആ ഒരു മിനിമം അല്ല അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ശമ്പളമാണ്. അതുപോലെ വൈദികർ മറ്റ് ജോലി ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ സംവിധാനങ്ങൾ ഇപ്പോഴേ കഴിഞ്ഞ ഭദ്രാസന അസംബ്ലിയിൽ വൈദികർക്കുള്ള പെൻഷൻ പ്ലാനെ പറ്റിയും ശമ്പള സ്കെയിലിനെ പറ്റി പറയുന്നുണ്ട്. ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കാത്ത, മറ്റ് ജോലി ചെയ്യാൻ സാധിക്കാത്ത വൈദികരെ സംബന്ധിച്ച് അത് വളരെയധികം ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടുത്തെ വൈദികർ PhD എടുത്ത് മറ്റ് ജോലിയും ചെയ്ത് അവിടുത്തെ സർവീസിൻ്റെ പെൻഷനും ഉണ്ട്. അതോടൊപ്പം പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി കിട്ടുന്നുണ്ട്. ശമ്പളത്തെക്കാട്ടി കൂടുതൽ ജോലി ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ ശമ്പളം, പെൻഷനും സോഷ്യൽ സെക്യൂരിറ്റിയും ലഭിക്കുന്ന വൈദികർക്ക് വീണ്ടും ശമ്പളം കൂടുതൽ കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ പ്രാപ്തരാക്കണം. പക്ഷേ ആ സമയത്ത് ഞാനൊരു പോയിൻ്റ് തിരുമേനിയോട് പറഞ്ഞു. തിരുമേനി നല്ല സ്കീമാണ്, വൈദികരെ ടേക്ക് കെയർ ചെയ്യേണ്ടിരുന്നത് നല്ലൊരു സംവിധാനമാണ്. പക്ഷേ ഈ വൈദികർ സഭയുടെ ഇന്നത്തെ കാഴ്ചപ്പാടനുസരിച്ചൊരു മാറ്റത്തിന് തയ്യാറാകുന്നുണ്ടോ എങ്കിൽ അഡീഷണൽ പണം കൊടുക്കുക ഒരു സംവിധാനത്തിൽ. അപ്പോൾ തിരുമേനിയോട് നേരിട്ട് പറഞ്ഞത് അത് സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഞാനൊരു അസംബ്ലി മെമ്പറാണ്. അസംബ്ലി മെമ്പർ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുഖവിലയ്ക്ക് എടുക്കാതെ തിരുമേനി ഒരു ഡിസ്കഷൻ പോലും ഇല്ലാതെ പറയുകയാണ് ഇതിവിടെ നടക്കില്ല. ഇവിടെ നടക്കില്ല. പക്ഷേ സൗത്തിലെ ഭദ്രാസനങ്ങൾ മാറ്റങ്ങൾ നടക്കുമെന്ന് അറിയാം, മറ്റ് ഭദ്രാസനങ്ങളിൽ മാറ്റങ്ങൾ നടക്കുന്നത്. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ഒരു ചാലകശക്തി എന്താണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി കേൾക്കാൻ പോലും സാധിക്കാത്ത ഒരു കാഴ്ചപ്പാട് വളരെയധികം ദുഃഖമുണ്ടാക്കുന്നുണ്ട്, വേദന ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മുടെ വൈദികർക്ക് മെച്ചപ്പെട്ട ശമ്പളം കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റ് സഭകൾ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? മറ്റ് ഡിനോമിനേഷനുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഒന്നുമില്ല. നമ്മുടെ വൈദികർക്ക് അവർ മെച്ചപ്പെട്ട ജീവിതം നമ്മളെപ്പോലെ നമ്മളോടൊപ്പം അവരും ജീവിക്കണം. മനുഷ്യരല്ലേ, അവർക്കും ഇല്ലേ കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ. അല്ല, അങ്ങനെ അല്ലാത്ത ഏത് വൈദികരാണ് ഉള്ളത് എനിക്കറിയില്ല. അല്ല, ഞാൻ പറഞ്ഞു, ഇപ്പം നാട്ടിലൊക്കെ സത്യം പറഞ്ഞാൽ മറ്റ് സഭകളെ അപേക്ഷിച്ചാണെങ്കിൽ നമ്മുടെ സഭയിലെ വൈദികർക്ക് ശമ്പളം തീരെ കുറവാണ്.
എത്രയാ 10, 30, 35 വർഷം സർവീസുള്ള അല്ലെങ്കിൽ അത്രയും സേവനം അനുഷ്ഠിച്ച ഒരു വൈദികന് നമ്മുടെ സഭയിൽ എന്ത് ശമ്പള അല്ല വർധനവാ അത് ഉള്ളത്? അത് നല്ല രീതിയിൽ അവർ വൈദികരെ അവര് നല്ല നല്ല രീതിയിൽ അവര് വസ്ത്രം എന്ന് പറഞ്ഞാൽ അവരുടെ കുപ്പായമൊക്കെ നല്ല ആ, ഉം, കും, കുപ്പായമൊക്കെ തയ്പ്പിച്ച് അവർ നല്ല രീതിയിൽ അവരൊരുങ്ങി വരണം. അവർ പണ്ടായിരുന്നു ബസ്സിലും സൈക്കിൾ ചവിട്ടി വന്ന അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇരുചക്ര വാഹനങ്ങളിൽ വന്നിട്ടുള്ള ഇപ്പോഴും വരുന്ന വൈദികരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതല്ല, അവർ ബസ്സിലൊക്കെ കയറി ഇറങ്ങി വേർത്തൊലിച്ച് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ആ ചൂടിലൊക്കെ വേർത്തൊലിച്ച് അവർ ബസ് കയറി ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി നടന്നും ഒക്കെ അവർ പള്ളിയിൽ വരുന്ന അതല്ല. അവർ നല്ല വാഹനം വേണം, അവർക്കൊരു കാർ മേടിക്കണം, ആ കാറിൽ വേണം അവർ വരാൻ. അവർ പിന്നെ വേർത്തൊലിച്ച് ഒന്നുമല്ല പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് വരേണ്ടത്. പള്ളിയിൽ കുളിക്കാനോ നനയ്ക്കാനോ ഒന്നും സൗകര്യം പിന്നെ ഉള്ള പള്ളികൾ കണ്ടേക്കാം, അല്ല പള്ളിയിലൊന്നും ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവർ നല്ല വാഹനത്തിൽ അവർ നല്ല വസ്ത്രം ധരിച്ച് അവർ തിരുവസ്ത്രമൊക്കെ പിന്നെ ഇടേണ്ടവരാണ്, തിരുവസ്ത്രം ഇട്ട് ബലിയർപ്പിക്കേണ്ടവരാണ്. അപ്പോൾ ആ ഒരു ശുദ്ധിയോടെ വേണം, മനസ്സും ശരീരവും ആ ഒരു ശുദ്ധിയോടെ വേണം അവർ വരാൻ. അവർ യാത്ര ചെയ്യണം. അവർക്ക് അതിനുള്ള പിന്നെ ശമ്പളം കൊടുക്കണം. അവർക്ക് ശമ്പളം, ഇതൊരു ശുശ്രൂഷയാണ്. എന്നാ ചോദിക്കും, ഇതൊരു ജോലിയാണോ എന്ന്? ഇതൊരു ജോലിയല്ല, ഇതൊരു ശുശ്രൂഷയാണ്. വൈദിക വൃത്തി എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷയാണ്. ദൈവം വിളിച്ച് വേർതിരിച്ചവരാണ് അവരെ അത് ഏൽപ്പിച്ചതാണ്. അത് അങ്ങ് പിന്നെ പറഞ്ഞതിനകത്തോട്ട് എനിക്ക് അതിനകത്ത് യോജിക്കാൻ കഴിയില്ല. ഞാൻ അത് തിരുമേനിയുടെ പക്ഷത്ത് തന്നെയാണ്. തിരുമേനി പറഞ്ഞത് വളരെ കറക്റ്റ്. ബെന്നിയോട് ഞാനും വിയോജിക്കുന്നു. ഞാൻ പറയുന്നത്, ബെന്നി, ഞാൻ നാട്ടിലെ പിന്നെ വൈദികരുടെ കാര്യമല്ല പറഞ്ഞത്. നാട്ടിലെ വൈദികരെ അവരുടെ അവസ്ഥ അനുസരിച്ചിട്ട് അവരെ സംരക്ഷിക്കേണ്ട പാലിച്ച ഉത്തരവാദിത്വം ആ ഒരു സമൂഹത്തിനുണ്ട്. അവർ മറ്റുള്ളവരിൽ നമ്മുടെ വൈദികരെ കരുതേണ്ട സാധാരണ ആൾക്കാരുടെ, വിശ്വാസികളുടെ ഏറ്റവും വലിയൊരു നമ്പർ 1 പിന്നെ പ്രയോറിറ്റിയാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന, നമ്മുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന വൈദികരെ നമ്മളല്ലാതെ വേറെ ആരെ നോക്കാവുള്ള. എനിക്കതിനകത്ത് യാതൊരു എൻ്റെ അഭിപ്രായമില്ല. ഞാൻ പറയുന്നത്, ആൾക്കാർക്ക് എന്താണ് ഇവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതുകൂടെ കേൾക്കാനൂടെ തയ്യാറാകുന്നവർ വേണം ഈ സംവിധാനത്തിൽ കൊണ്ടുപോകാൻ. അല്ല, ഞങ്ങൾക്ക് ഇത്രയേ പറ്റത്തുള്ളൂ, നീയൊക്കെ വേണമെങ്കിൽ കേട്ടിട്ട് കുർബാന കേട്ടിട്ട് പോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുണ്ടല്ലോ. അത് പലയിടത്തും പല മെത്രാപ്പൊലീത്തന്മാരൊന്നും വൈദികരിൽ നിന്ന് കേൾക്കാൻ, ഞാനീ പറയണത് എൻ്റെ സഭയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. ഒരു വൈദികരോട് ഒരു തിരുമേനിയോടും ഉള്ള യാതൊരു പിണക്കവും എൻ്റെ ഈ സംസാരത്തിലില്ല. എൻ്റെ കൺവിക്ഷൻ എന്ന് പറയുന്നത് സഭയാണ് നമ്മളൊക്കെ ഏറ്റവും വലുത്. അങ്ങനെ ഏതെങ്കിലും വൈദികരുടെ ഭാഗത്തുനിന്ന് വല്ലതും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ അനുഭവം? ഇല്ലില്ല, ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ടുള്ള, ഇപ്പോൾ ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. മെത്രാപ്പൊലീത്തന്മാരുടെ ട്രാൻസ്ഫറിനെ പറ്റി പറഞ്ഞപ്പോൾ 2012 മുതൽ 17 വരെയുള്ള മാനേജിംഗ് കമ്മിറ്റിയിൽ ഒരു തീരുമാനമെടുത്തിരുന്നു. ഐക്യകണ്ഠേന തീരുമാനമെടുത്തിരുന്നു മെത്രാപ്പൊലീത്തന്മാരുടെ പൊതു ട്രാൻസ്ഫറും അവരുടെ റിട്ടയർമെൻറ്റിനെ പറ്റി. അത് മാനേജിംഗ് കമ്മിറ്റി അവതരിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ദാനിയേൽ പുലിയൽ അച്ഛനാണ് അത് അവതരിപ്പിച്ചത്. അത് സെക്കൻഡ് ചെയ്ത് പിന്താങ്ങി പ്രമേയം അവതരിപ്പിച്ചത് ഞാനാണ്. ഞങ്ങൾക്ക് വളരെയധികം കൺവിക്ഷനോടെ തന്നെയാണ് ഒരു മെത്രാപ്പൊലീത്ത, ഞങ്ങളുടെ ഇടയ മെത്രാപ്പൊലീത്തയെ മാറ്റണമെന്നുള്ള രീതിയിലല്ല ഞങ്ങൾ അതിനകത്ത് പോയത്. സഭയ്ക്ക് പൊതുവായിട്ടൊരു ഉന്മേഷവും ഒരു ഉത്തേജനവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫർ ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ള ഒരു അറിവിൻ്റെ ബോധത്തിൻ്റെ പേരിലാണ് പറഞ്ഞത്. അത് ഒരു പക്ഷേ ശരിയോ തെറ്റോ ആയിരിക്കും. പക്ഷേ അത് സഭ മാനേജിംഗ് കമ്മിറ്റി, സഭയുടെ ഏറ്റവും ഉന്നത സമിതിയായിട്ടുള്ള മെത്രാപ്പൊലീത്തന്മാർ ഒന്നിച്ചിരുന്ന് ഏറ്റെടുത്ത ഒരു തീരുമാനമായിരുന്നു ഇത് 100% ഈ ട്രാൻസ്ഫർ നടപ്പാക്കണമെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് മെത്രാപ്പൊലീത്തന്മാർ ഇത് വീറ്റോ ചെയ്തു എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ കേട്ടു. അതൊക്കെ അബ്സല്യൂട്ട്ലി നോൺസെൻസാണ്. ഇതിനകത്ത് മെത്രാപ്പൊലീത്തന്മാരുടെ കൂടെ ഇരുന്ന് തീരുമാനം എടുത്തതാണ് മെത്രാപ്പൊലീത്തന്മാരുടെ പൊതു ട്രാൻസ്ഫറും മെത്രാപ്പൊലീത്തന്മാരുടെ റിട്ടയർമെൻറ്റും. അത് സഭയുടെ തീരുമാനത്തിന് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന് നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് മലങ്കര മെത്രാപ്പൊലീത്തനെയും കാതോലിക്കയുടെയും കയ്യിലുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അവർക്ക് ചെയ്യാനുള്ള വഴി അതാണ് അവർ ഇനി മുമ്പോട്ട് നടപ്പിലാക്കേണ്ടത്. അതുപോലെ മെത്രാപ്പൊലീത്തന്മാരുടെ പെരുമാറ്റ ചട്ടത്തെ പറ്റിയിട്ട് 3 മാസം എടുത്തൊരു കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി നമുക്ക് എന്തൊക്കെയാണ് ഒരു മെത്രാപ്പൊലീത്ത എന്ന് പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെ ചെയ്യാൻ പാടുണ്ട്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എഴുതി മലങ്കര മാനേജിംഗ് കമ്മിറ്റിയിൽ ഇത് വായിച്ച് പാസ്സാക്കുന്ന സന്ദർഭത്തിലാണ് ചില എതിർപ്പുകളൊക്കെ ഉണ്ടായത്. അത് ഏത് പുതിയൊരു കാൽവയ്പ് വരുമ്പോഴോ എതിർപ്പുകളുണ്ടാകും. പക്ഷേ ആ എതിർപ്പോടെ തന്നെ അതിനെ തെറിപ്പിച്ചു എന്നുള്ളത് ഒരിക്കലും യോജിക്കാനായിട്ട് സാധിക്കില്ല. ഇനിയും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു തീരുമാനം എടുത്തതാണ് മലങ്കര സഭയിലെ മെത്രാപ്പൊലീത്തന്മാരുടെ പൊതു ട്രാൻസ്ഫറും റിട്ടയർമെൻറ്റും എന്നുള്ളത്. മലങ്കര മാനേജിംഗ് കമ്മിറ്റി തീരുമാനമെടുത്താണ് മെത്രാപ്പൊലീത്തന്മാരെല്ലാം സൈൻ ചെയ്ത
അവഗണിക്കാനാകാത്ത ഒരു ഡോക്യുമെൻ്റാണ്. അത് ഇന്ന് നിലനിൽക്കുന്നു, അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.